ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ് കേക്ക് തയ്യാറാക്കാം. ഇത് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നമുക്ക് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന പഞ്ചസാരയ്ക്ക് അലിഞ്ഞ് വരണം. ആ ഒരു പരുവം വരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇത് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ ആ പഞ്ചസാര കാണാൻ കിട്ടരുത്. ആ ഒരു രീതിയിൽ ഇത് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ പഞ്ചസാരയൊന്നും കാണുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. അപ്പോൾ മൈദ ചേർക്കുമ്പോൾ ഒരു അരിപ്പ വെച്ച് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൈദ ഇതുപോലെ അരിച്ചെടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ മൈദയിലൊക്കെ ചെറിയൊരു കട്ട പോലെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വാനില എസൻസ് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് എസൻസ് ആണോ ഉള്ളത് അത് ചേർത്താലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത വിധം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് കപ്പ് കേക്കിൻ്റെ മുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയ പേപ്പറിൻ്റെ ടീ കപ്സാണ് ഉപയോഗിക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ചെറിയ സ്റ്റീലിൻ്റെ ബൗൾസ് എടുക്കാം. അതല്ലെങ്കിൽ സിലിക്കോണിൻ്റെ മോൾസൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പർ കപ്സ് എടുത്താലും മതി. ഇനി ഓരോ കപ്പിലേക്കും നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മുഴുവനായിട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മോൾഡൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി. ചെറിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഈ ബാറ്റർ ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള എയറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും 5 കപ്പ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ചെറി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പാൻ എടുക്കാം. ഏതെങ്കിലും ഒരു പഴയ പാൻ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് നിരത്തിയതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെ ഇതുപോലെ ചെറിയൊരു പാത്രമാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ചെയ്താലും മതി. അപ്പോൾ ഇത് നേരത്തെ ഇപ്പോൾ നല്ലതുപോലെ ഇത് ചൂടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ കപ്പ് കേക്കിൻ്റെ പ്ലേറ്റ് പതുക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്യണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിരിക്കും. അപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് 20 മിനിറ്റിന് ശേഷം നോക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് പതുക്കെ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് പതുക്കെ കപ്പിൽ നിന്നും ഇത് ഇളക്കി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ശരിക്കും തണുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ കുറേശ്ശായിട്ട് ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പകുതി ഭാഗം ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വിടിയിച്ചെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഒട്ടി പിടിക്കില്ല.
കപ്പിലൊന്നും കണ്ടില്ല, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കേക്ക്സും ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് വിടിയിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റീൽ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇത്രയുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ല, അതുപോലെ ഒരുപാട് പ്രൊസീജിയറൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ സോഫ്റ്റാണ്, കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക്